ഹായ്, ഗുഡ് മോർണിംഗ്. എസ് പി അരുളനാണ്. ഇനി റിസൾട്ട് വരാൻ വിരലിലുണ്ടാവുന്ന ദിവസം മാത്രം. ആ സന്ദർഭത്തിലും കേരളത്തിൽ പല അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും കണ്ടുപഠിക്കേണ്ട ഒരു പ്രവർത്തന ശൈലിയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റേതാണ്. അതങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ എല്ലാ ദിവസത്തെയും ടെലിവിഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളായിക്കോട്ടെ, കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതിനെ സംബന്ധിച്ച് അവകാശവാദങ്ങൾ, പ്രചരണങ്ങൾ, നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചാനലുകളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ എവിടെയാണ് പിണറായി? അദ്ദേഹം തുടർച്ചയായിട്ട് 3-ാം തവണ അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇതുവരെ താൻ ഒരു തെരഞ്ഞെടുപ്പ് നേരിട്ടു, ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾക്കാണ്. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. ഇനി അത് മാൻഡേറ്റ് തരികയാണെങ്കിൽ മാത്രം ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവകാശവാദങ്ങൾ ഉന്നയിച്ചാൽ മതി എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുകയാണ്. കാര്യം, ഒരാൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന തുടർച്ചയായിട്ട് നേരത്തെയൊക്കെ തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസങ്ങൾ പോലും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനത്തിന് വന്നിട്ടില്ല. അതല്ലേ വേണ്ടത്? ഈ ജനത്തിന് തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുത്തതിന് ശേഷം, ജനം തിരഞ്ഞെടുത്തതിന് ശേഷം ആര് മുഖ്യമന്ത്രിയാകണം, ആര് മുഖ്യമന്ത്രി ആകണ്ട എന്നതിനെ സംബന്ധിച്ച് എല്ലാവർക്കും, ഇപ്പോൾ ഇടതുപക്ഷ അധികാരത്തിൽ വരികയാണെങ്കിൽ അതിന് LDF ഉണ്ട്, അല്ല കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ അവർക്ക് AICC ഉണ്ട്, പാർട്ടി ഫോറങ്ങളുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഓരോ ദിവസവും മാധ്യമങ്ങളിൽ ഞാൻ ലൈവായിരിക്കുക എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ആ റിസൾട്ട് നിങ്ങൾ ഇന്നലകളിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവർ തിരിച്ചറിയാൻ പോകുന്നു. വെറുതെ എന്താണ്, സാഹചര്യത്തിനനുസരിച്ച് വാചക കസർത്തുകൾ നടത്തുന്നു എന്നതായിരിക്കും അവർ പറയാൻ പോകുന്ന കാര്യം. ആ നിലയ്ക്ക് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വ്യക്തിയെ രാഷ്ട്രീയത്തിൽ ഒരുപാട് പരിഹാസ കഥാപാത്രമായി ആക്ഷേപിക്കപ്പെടാതെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു നിലപാടാണ്. അതൊരു, ഞാൻ പറഞ്ഞില്ലേ, മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള ചർച്ചയാക്കി മാധ്യമങ്ങളുടെ തോഴനായിട്ടല്ല നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഒരു ജനനായകനായി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. നിങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യം ഉന്നയിക്കുന്ന രീതിയിലേക്ക് വരണം. ഇതിപ്പോൾ ഗ്രൂപ്പ് തിരിച്ച് ചാനലുകളിൽ സ്വാധീനമുള്ളവരെ വിളിച്ചിട്ട് എൻ്റെ പേര് ചർച്ചയാക്കൂ എന്ന തരത്തിൽ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിൽ ശരിയാണോ? അധികാര സ്ഥാനങ്ങളിലെത്താൻ എന്ത് കുറുക്കുവഴിയും സ്വീകരിക്കുന്ന ആ രീതി അതല്ല നല്ല ക്വാളിറ്റി സ്വഭാവമെന്ന് എല്ലാവരുമായിട്ട് പറയണം. അതിൽ മാറ്റി നിർത്താൻ ആരുമില്ല. അതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനം അവരുടെ മാൻഡേറ്റ് അത് വിനിയോഗിച്ചതിന് ശേഷം ഇത്രയും ദിവസമായിട്ട് ഒരു ദിവസം, കാര്യം മാധ്യമങ്ങളുടെ മുഖം കാണിക്കാതിരുന്നാൽ ഞാൻ തീർത്തും അപ്രസക്തനായി പോകുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നിടത്താണല്ലോ ഒരാൾ കണ്ടിന്യൂസ്ലി വരേണ്ടതുള്ളത്. മാധ്യമങ്ങളിലൂടെ മുഖം കാണിച്ചില്ലെങ്കിൽ, മാധ്യമങ്ങൾ എന്നെക്കുറിച്ച് ഒന്നും എഴുതിയില്ലെങ്കിൽ പോലും ഞാനെന്ന വ്യക്തി എന്താണെന്ന് ഒരാൾക്ക് കൃത്യമായിട്ട് വിലയിരുത്തലുണ്ടെങ്കിൽ, ഞാനെന്ന വ്യക്തി സ്ഥിരം വന്ന് ഇങ്ങനെ മുഖം കാണിച്ച് അഭിപ്രായ പ്രകടനമോ അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി ചിന്തിക്കുന്ന മനുഷ്യർക്ക് ആവേശം കൊടുത്താൽ മാത്രമേ ഒരു ലീഡറാവൂ എന്ന് ചിന്തിക്കുന്നത് എത്രമാത്രം ബോറം പരിപാടിയാണെന്ന് മാറുന്നത്. നിങ്ങൾ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ ഉന്നയിച്ച അവകാശവാദങ്ങൾ ഒന്നും നടക്കാതെ നിങ്ങൾ വീണ്ടും ഒരു കറിവേപ്പിലയായി മാറുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ എന്തിനായിരുന്നു നിങ്ങൾ ഈ തരത്തിലുള്ള സ്വയം പുകഴ്ത്തലുകളൊക്കെ നടത്തിയത്? അല്ലെങ്കിൽ സ്വന്തം സൈബർ അണികളെയൊക്കെ വെച്ചിട്ട് എനിക്കാണ് ആ സീറ്റ് വേണ്ടത്, ഞാനാണ് യോഗ്യനെന്ന് പറയുന്നതിനപ്പുറം അതൊക്കെ തീരുമാനിക്കേണ്ട ഫോറത്തിന് വിട്ടുകൊടുത്തതിന് ശേഷം ഞാൻ അതിൽ യോഗ്യനാണെന്ന് ആദ്യമായി തീരുമാനത്തിലെത്തേണ്ടത് നിങ്ങളെ നയിക്കുന്ന പാർട്ടിയും അതിലെ അണികളുമാണ്. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് 3-ാം തവണ മുഖ്യമന്ത്രി ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തൊക്കെ ജനത്തിൻ്റെ തീരുമാനം വന്നതിന് ശേഷം അദ്ദേഹം LDFിൻ്റെ ഫോറത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല? അത് ഒരു ക്വാളിറ്റി രാഷ്ട്രീയത്തിൻ്റെ ലോസ് ആണെന്ന് പറയേണ്ടി വരികയാണ്. നിങ്ങൾ എത്ര മുഖ്യമന്ത്രി ആയിരുന്നാലും ഇന്നലകളിൽ ഈ പറഞ്ഞ വാചകങ്ങൾ അല്ലെങ്കിൽ ആകാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാചകങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ തിരിച്ച് വിനയായി വരാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നേതാക്കന്മാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതും ഒരു വേ ഓഫ് പൊളിറ്റിക്സ്, അല്ലെങ്കിൽ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, ജയിച്ചാലും തോറ്റാലും, അത് ഏതൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഞാൻ തിരിച്ച് കണ്ണൂരിലേക്ക് പോകും എന്ന് പറയുന്നത് പോലെ തന്നെ ഇതെല്ലാം
ജനങ്ങളുടെ തീരുമാനമാണ്. ജനങ്ങൾ തീരുമാനമെടുത്തതിന് ശേഷം കോൺഗ്രസിലേക്ക് വന്നാൽ ഗ്രൂപ്പിൻ്റെ തീരുമാനമായി മാറുമ്പോൾ ഈ അവകാശവാദങ്ങളൊക്കെ ഒരു കാലത്ത് നിങ്ങൾക്ക് തന്നെ നാണക്കേടായി മാറും എന്നുള്ള റിയാലിറ്റി കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും.